എന്താ അമ്മേ പ്രശ്നം? കാക്കിയിട്ടവരെ കണ്ട എനിക്ക് പേടിയാ സാറേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചു കൂവിയത്. അങ്ങനെ എല്ലാവരും പേടിക്കണ്ട, അതിലും മനുഷ്യപ്പറ്റുള്ളവരുണ്ട്. അല്ല, അതിപ്പോ സാറിനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി സാറേ. അതുകൊണ്ട് സാറിന്റെ മോനെ വിട്ടു തരണം. അവൻ ശുദ്ധനാ സാറേ, ഒരലമ്പിനും പോവാത്തവനാ. ഒരു റിട്ടയർഡ് ഡിവൈഎസ്പിന്നാണ് അവൻ തട്ടിയിരിക്കുന്നത്, അതും ഒറ്റ വെടിക്ക്. പണ്ടവൻ പട്ടാളത്തിലുമല്ലോ വരുന്ന. പട്ടാളത്തിലാ? എന്റെ പൊന്നു സാറേ, അവനൊരു കാക്ക എറിയാൻ പോലും അറിയത്തില്ല. ഡിഗ്രി കഴിഞ്ഞ് വല്ല വേലയ്ക്കും പോകാതെ അവൻ മൂന്നാറിൽ പോയി പഠിച്ചു വന്നതിന്റെ ഫലവും ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് ഉളത്താൻ പോയതാ. അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. എന്തോ? അല്ല, മോശമായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. അയ്യോ, എന്റെ പൊന്നു സാറെ ക്ഷമിക്കണം, ഞാൻ എന്റെ ആവേശം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാ. അങ്ങനെ 2 വർഷം മൂന്നാറിൽ പോയി പഠിച്ചു വന്നതിന് ശേഷം അവന്റെ ബുദ്ധിക്ക് അത്ര സ്ഥിരതയില്ല. ഞാനാണെങ്കിൽ കണ്ടവന്റെ കക്കൂസ് കഴുകി എച്ചിപ്പാത്രവും കഴുകി ഉണ്ടാക്കിയ കാശാ സാറേ, ഒരു ഗുണവും ഇല്ലാതെ പോയത്. ഭർത്താവ് കളഞ്ഞിട്ട് പോയതാ. എല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക്. നിങ്ങളുടെ മോനും ഇടുക്കളിയും തമ്മിൽ എന്താ പ്രശ്നം? അയ്യോ, അതാ സാറേ അതിശയം. എന്റെ അറിവിൽ അവര് തമ്മിൽ പരിചയമോ ശത്രുതയോ ഒന്നുമില്ല. പിന്നെ എന്തിനാ ഈ ചെറുക്കൻ ഇങ്ങനെ ഇയാളെ കൊല്ലാൻ നടക്കുന്നതെന്നാ പിടികിട്ടാത്തത്? ചോദിച്ചാലോട്ട് പറയത്തുമില്ല.